രാജ്യത്തിൻ്റെ സിലിക്കൺ വാലി വറ്റി ദാഹിച്ച് വരളുകയാണ്. ഞാൻ പറഞ്ഞത് ബംഗളൂരു നഗരത്തെക്കുറിച്ചാണ്. ബംഗളൂരു നഗരത്തിൻ്റെ ഏറ്റവും വലിയ രണ്ട് പ്രശ്നങ്ങൾ, ഒന്ന് ട്രാഫിക്, രണ്ട് വെള്ളം. ട്രാഫിക്കാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നവരാണ് കൂടുതൽ. പക്ഷേ ഒന്ന് ചിന്തിക്കുമോ, ട്രാഫിക്കാണോ അതോ വെള്ളമാണോ വലിയ പ്രശ്നം? അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ പറയാം, വെള്ളം തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. പ്രിയപ്പെട്ട മല്ലൂസ്, ഇത് ഞങ്ങളുടെ പ്രശ്നമല്ല, ബംഗളൂരുവിൽ വെള്ളമില്ലെങ്കിൽ ഞങ്ങൾക്കെന്താ എന്നൊക്കെ വിചാരിച്ച് ഈ വീഡിയോ മുഴുവൻ കേൾക്കാതെ പോകരുത്. ഇതേ പ്രശ്നം നാളെ നമുക്കുമുണ്ടാകും. ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് ആൾക്കാരാണ് വാട്ടർ ടാങ്കറിൻ്റെ പിറകെ പോകുന്നത്. നനയുമില്ല, കുളിയുമില്ല, എല്ലാം കുറഞ്ഞു. എന്തിനേറെ, ഈ ഒരൊറ്റ പ്രശ്നം കാരണം ഓഫീസിലെത്താൻ വൈകുന്നവരുടെ എണ്ണവും കൂടുകയാണ്. ആവശ്യത്തിന് വെള്ളം പിടിച്ചു വെച്ചിട്ട് ഓഫീസിൽ പോകണോ അതോ നേരത്തെ ഓഫീസിലെത്തണോ? വലിയ കൺഫ്യൂഷനിലാണ് ബംഗളൂരു നിവാസികൾ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. ഒരു കാലത്ത് പെൻഷനേഴ്സ് പാരഡൈസ് എന്നായിരുന്നു ബംഗളൂരു അറിയപ്പെട്ടിരുന്നത്. എപ്പോഴും തണുപ്പുള്ള കാലാവസ്ഥ, പച്ചപ്പ് നിറഞ്ഞ പുൽമൈതാനങ്ങളും പൂന്തോട്ടങ്ങളും. അതായിരുന്നു ബാംഗ്ലൂർ എന്ന ബംഗളൂരു. 1982-83 കാലഘട്ടത്തിൽ ഞാൻ ബംഗളൂരുവിൽ കുറച്ചു നാൾ താമസിച്ചിരുന്നു. അന്നത്തെ ആ ഒരു ഓർമ്മ വെച്ച് കുറച്ച് നാൾ മുമ്പ് ഞാൻ ബംഗളൂരുവിൽ ചെന്നിട്ട് വൈകുന്നേരം ആദ്യം പോയത് കബ്ബൺ പാർക്കിലായിരുന്നു. പഴയ പാർക്കേ അവിടെ ഉണ്ടായിരുന്നില്ല. അന്നത് ഉണങ്ങിപ്പോയ ചെടികളും മരങ്ങളും മാത്രമാണ് അവിടെ കണ്ടത്. പച്ചപ്പെങ്ങുമില്ല. അന്ന് കണ്ട ലാൽബാഗും വ്യത്യസ്തമായിരുന്നില്ല. ഇൻഫോസിസ്, വിപ്രോ, അങ്ങനെ നൂറുകണക്കിന് IT കമ്പനികളും സ്റ്റാർട്ടപ്പുകളുമായി പെൻഷനേഴ്സ് പാരഡൈസ് പിന്നെ പതിയെ പതിയെ ഇന്ത്യയുടെ ഇൻഫോടെക് ഹബ്ബായി മാറി. പക്ഷെ അതിവേഗതയിലുള്ള വികസനം, എന്നാൽ ആസൂത്രണത്തിലുള്ള പാളിച്ചകൾ, രണ്ടും അതിൻ്റെ കൂലി ഇപ്പോൾ നഗരത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നു. 1.5 കോടി ജനങ്ങളാണ് നഗരത്തിൽ അധിവസിക്കുന്നത്. കേരളത്തിലെ മൊത്തം ജനസംഖ്യയുടെ പകുതിയുടെ അടുത്ത്. ഒരു ദിവസം നഗരത്തിന് ആവശ്യമുള്ള വെള്ളം ഏകദേശം 200 കോടി ലിറ്റർ ആണെന്നാണ് കരുതപ്പെടുന്നത്. ഇതിൻ്റെ 70% കാവേരി നദിയിൽ നിന്നാണ് വരുന്നത്. നമുക്കറിയാം, കാവേരി നദിയുടെ ഉറവിടം കർണാടകത്തിൽ നിന്നാണെന്നും കർണാടകവും തമിഴ്നാടും തമ്മിലുള്ള ഒരു ശതാബ്ദത്തോളം പഴക്കമുള്ള നദീജല തർക്കവും. ബാക്കി വരുന്ന 60 കോടി ലിറ്റർ വെള്ളത്തിന് നഗരം ആശ്രയിക്കുന്നത് ബോർവെല്ലിലൂടെയോ ഭൂഗർഭ ജലത്തെയാണ്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ ദുർബലമായ മൺസൂൺ കാര്യങ്ങൾ തകിടം മറിച്ചു. മൺസൂൺ ദുർബലമായപ്പോൾ ഭൂഗർഭജലത്തിൻ്റെ ലഭ്യതയും കുറഞ്ഞു. സ്വാഭാവികമായും കൂടുതൽ ആഴത്തിലുള്ള ബോർവെല്ലുകൾ കുഴിക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. പക്ഷേ അത് തന്നെയും ജലലഭ്യത ഉറപ്പുവരുത്തുമോ എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. ഒരു മൺസൂൺ ദുർബലമായപ്പോൾ ഒരു നഗരം മുഴുവൻ ദാഹിച്ചു വലയുന്നു, അതും ഫെബ്രുവരിയിൽ. ഓർക്കണം, ഇനിയും 3 മാസങ്ങൾ കൂടി കഴിച്ചു കൂട്ടേണ്ടതുണ്ട്. കടുത്ത വേനൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇനി അടുത്ത മൺസൂൺ അത് കിട്ടുമോ എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. ബംഗളൂരു നഗരത്തിൽ 257 ഡ്രൈ സ്പോട്ടുകൾ, കുടിവെള്ളം പോലും ലഭ്യമല്ലാത്ത ഡ്രൈ സ്പോട്ടുകൾ ബംഗളൂരു വാട്ടർ ബോർഡ് ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നഗരത്തിൽ 10,995 ബോർവെല്ലുകളുണ്ട്. അതിൽ തന്നെ 3700 ബോർവെല്ലുകളിലെ വാട്ടർ ലെവൽ വല്ലാതെ താഴ്ന്ന നിലയിലാണ്. 1214 ബോർവെല്ലുകളിലെ വെള്ളം തീർത്തും വറ്റിയിരിക്കുന്നു. ഈ ദുരിതങ്ങൾക്കൊക്കെ ആക്കം കൂട്ടുവാൻ സർക്കാർ പൂന്തോട്ടം നനയ്ക്കുവാനും വണ്ടി കഴുകുവാനും മറ്റും വെള്ളം ഉപയോഗിക്കുന്നവരിൽ നിന്നും പിഴ ഈടാക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. നഗരവാസികളോട് 1-2 ദിവസം മാത്രം കുളിച്ചാൽ മതി എന്ന രീതിയിൽ വരെ അഡ്വൈസറി ഇറക്കിയിട്ടുണ്ട് എന്നാണ് അറിയുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ വീടുകളിൽ, ഭക്ഷണശാലകളിൽ ജലത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുവാൻ ഡിസ്പോസിബിൾ കട്ട്ലറി ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നു. കുടിവെള്ളത്തിൻ്റെ അഭാവത്തിൽ വീടുകളിൽ പാകം ചെയ്യൽ ഒഴിവാക്കി പലരും ഭക്ഷണം പുറത്തുനിന്നും ഓർഡർ ചെയ്യുന്നു. ദിവസവുമുള്ള പാത്രം കഴുകൽ ഒഴിവാക്കുവാൻ വീടുകളിൽ ഡിസ്പോസിബിൾ പാത്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ ഒരുപക്ഷേ വിശ്വസിച്ചു എന്ന് വരില്ല, വീട്ടിലുള്ള വെള്ളം കൺസേർവ് ചെയ്യുവാൻ ബംഗളൂരു വാസികളിൽ പലരും മോളുകളിലെ ടോയ്ലറ്റുകളെ ആശ്രയിക്കുന്നു എന്നാണ് മാധ്യമ വാർത്തകൾ പറയുന്നത്. ബംഗളൂരു നഗരത്തിൽ പ്രശ്നം ഇങ്ങനെ രൂക്ഷമായി നിൽക്കുമ്പോഴും നേരത്തെ നഗരത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട നഗരപ്രാന്തങ്ങളിലെ 110ഓളം ഗ്രാമങ്ങളിലെ ജനങ്ങൾക്കാണ് ഇതിൻ്റെ ആഘാതം ഏറെ സഹിക്കേണ്ടി വന്നത് അല്ലെങ്കിൽ വരുന്നത്. ഫ്ലാറ്റിലും അപ്പാർട്ട്മെൻറ്റുകളിലും ഗേറ്റഡ് കമ്മ്യൂണിറ്റികളിലും താമസിക്കുന്നവരാണ് ഇപ്പോൾ ഏറെ കഷ്ടപ്പെടുന്നത്. എല്ലാവരും അവരുടെ ദിനചര്യകൾ വരെ മാറ്റുവാൻ നിർബന്ധിതരായിക്കൊണ്ടിരിക്കുകയാണ്. അതും താപമാപിനികളിലെ മെർക്കുറി ലെവൽ വല്ലാതെ കൂടി നിൽക്കുന്ന ഈ മാറിയ സാഹചര്യങ്ങളിൽ. വെള്ളം കുറയുമ്പോൾ ടാങ്കർ വെള്ളത്തിൻ്റെ വിലയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. വാട്ടർ ലെവൽ കുറയുമ്പോൾ ടാങ്കറിൻ്റെ വിലയും കൂടുന്നു. നിർധന വിഭാഗങ്ങൾ താമസിക്കുന്ന അംബേദ്കർ നഗർ വാസികളൊക്കെ ഇപ്പോൾ അടിസ്ഥാന ജലലഭ്യത എന്ന ആവശ്യങ്ങൾക്കായി പോരാടുകയാണ് എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്. സർക്കാർ വാട്ടർ ടാങ്കറുകൾക്ക് മേൽ വിലയുടെ കാര്യത്തിലും
ലഭ്യത ഉറപ്പുവരുത്തുന്ന കാര്യത്തിലും ചില നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നത് ആശ്വാസകരമാണ്. എന്നിരുന്നാലും നേരത്തെ പറഞ്ഞതുപോലെ വർസ്റ്റ് ഈസ് യെറ്റ് ടു കം. 2.5 മാസം കൂടി എങ്ങനെ കടന്നു കിട്ടുമെന്ന ആശങ്ക എല്ലായിടത്തും പരക്കെയുണ്ട്. ബംഗളൂരുവിലെ ജലദൗർലഭ്യം എല്ലാ നഗരങ്ങൾക്കും ഒരു മുന്നറിയിപ്പാണ്. എല്ലാ നഗരങ്ങൾക്കുമുള്ള ഒരു വേക്കപ്പ് കോളാണ് ഇപ്പോൾ ബംഗളൂരുവിലെ ഈ ക്രൈസിസ് എന്ന് പറയാം. നഗരങ്ങൾ മാത്രമല്ല, എല്ലായിടത്തും ഈ ഒരു പ്രശ്നമുണ്ട്. ഭാവിയിൽ നഗരവൽക്കരണം, അതുപോലെ ജനപ്പെരുപ്പം, ഇതൊക്കെ ജലദൗർലഭ്യതയ്ക്ക് ആക്കം കൂട്ടും. ഭൂഗർഭജലത്തിൻ്റെ ലഭ്യതയും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ഇനിയും കുറയും. അപ്പോൾ എന്തു ചെയ്യും? കൂടുതൽ ജലസ്രോതസ്സുകൾ അന്വേഷിച്ച് നമ്മൾ പോകും. കൂടിയ തോതിലുള്ള ജലം ഊറ്റുക എന്നതായിരിക്കും അതിൻ്റെ സ്വാഭാവികമായ പരിണാമം. അതുകൊണ്ട് ജലത്തെ സംബന്ധിക്കുന്ന ഒരു സുസ്ഥിരമായ മാനേജ്മെൻറ്റ് അനിവാര്യമാണ്. ഇത് എല്ലായിടത്തും എല്ലാവർക്കും ബാധകവുമാണ്. കാലാവസ്ഥയിലുള്ള അനിയന്ത്രിതമായ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്ന ക്രമം തെറ്റിയ വെതർ പാറ്റേൺ, അതുമൂലം നമ്മുടെ മഴയുടെ സൈക്കിളുകളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ, ഇത് ജലലഭ്യതയെ സാരമായി ബാധിക്കുന്നുണ്ട്. നഗരങ്ങളിൽ അടിയന്തരമായി വാട്ടർ സ്റ്റോറേജിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, അതേപോലെ കാര്യക്ഷമമായ വിതരണ ശൃംഖല, ഇതൊക്കെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള ജലദൗർലഭ്യതയെ നേരിടുവാൻ ജലസംരക്ഷണം, വാട്ടർ കൺസർവേഷൻ എന്ന ആശയത്തെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതുമുണ്ട്. വാട്ടർ കൺസർവേഷൻ എങ്ങനെ സാധ്യമാക്കാമെന്ന കാര്യത്തിൽ ഇപ്പോൾ വിദഗ്ധർ ഒട്ടേറെ പുതിയ ആശയങ്ങളും ചിന്താഗതികളും ഒക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. അതിലൊന്ന് ഡാറ്റ ഡ്രിവൻ സൊല്യൂഷൻസ് ആണ്. ജലസ്രോതസ്സുകളെ അറിയുക, ജല ഉപഭോഗത്തിൻ്റെ പാറ്റേൺ മനസ്സിലാക്കുക, അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റും വളരെ പ്രധാനമാണ്. ഡാറ്റ ഡ്രിവൺ സമീപനങ്ങൾ സുസ്ഥിരമായ ഒരു പ്രാക്ടീസിലേക്ക് നമ്മളെ നയിക്കും. വാട്ടർ കൺസർവേഷനിൽ കമ്മ്യൂണിറ്റിയുടെ കൂട്ടായ ശ്രമങ്ങൾ ഗുണം ചെയ്യും. അപ്പാർട്ട്മെൻറ്റുകളും ഗേറ്റഡ് കമ്മ്യൂണിറ്റികളും അവരവരുടെ പൂളുകൾ അടയ്ക്കുക, സ്വയം റേഷനിങ്, അതേപോലെ പ്രഷർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നടപ്പാക്കി അതിലൂടെ ജലസംരക്ഷണം നടത്തുക. ഏറ്റവും പ്രധാനം പബ്ലിക് അവയർനെസ് ആണ്. ജലം ഉപയോഗിക്കുന്നതിനും ജലം സംരക്ഷിക്കുന്നതിനും പൗരന്മാരെ ബോധവാന്മാരാക്കുക. ഉത്തരവാദപ്പെട്ട ജല ഉപഭോഗം വളരെ നിർണായകമാണ്. ചുരുക്കത്തിൽ ബംഗളൂരുവിൻ്റെ വാട്ടർ ക്രൈസിസ് ബംഗളൂരുവിൻ്റെ മാത്രം ഒരു പ്രശ്നമായി കാണാതെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ നഗരങ്ങൾക്കുമുള്ള ഒരു വേക്കപ്പ് കോളാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ എല്ലാവരും തയ്യാറാകണം. ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത് എന്നൊക്കെ പൊതു ഇടങ്ങളിൽ വെറുതെ എഴുതി വെച്ചതുകൊണ്ട് മാത്രം ആയില്ല എന്ന് ഓർമ്മിക്കുക. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.